ജനകീയ തെരച്ചിൽ നടത്തുന്നതിനിടെ തകർന്നടിഞ്ഞ വീടുകളിൽ നിന്ന് സ്വർണവും പണവും കണ്ടെടുത്ത സന്നദ്ധ പ്രവർത്തകർ. വെള്ളാർമല ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ചെളിയിൽ പുതഞ്ഞ നിലയിൽ സ്വർണ്ണാഭരണങ്ങളും പണക്കുടുക്കയും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തത്. കണ്ടെടുത്ത വസ്തുക്കൾ പോലീസ് കൺട്രോൾ റൂമിൽ കൈമാറുമെന്ന് സന്നദ്ധ പ്രവർത്തകർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഈ ജനകീയ തെരച്ചിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലകളിൽ മുഴുവൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചില ഭാഗങ്ങളിൽ നിന്ന് ഈ വെള്ളാർമല ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചില കുടുംബാംഗങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളും പണവും മറ്റ് ഐഡൻറ്റിറ്റി വിവരങ്ങളുമൊക്കെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിൽ നിന്ന് റഷീദ ഇവർ വെള്ളാർമല സ്വദേശിനിയാണ് എന്നാണ് ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സഫിയ ഇവരും വെള്ളാർമല സ്വദേശിനിയാണ്. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പാസ്ബുക്കിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നത്. അവരുടെ വീടിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് റഷീദയുടെ പടമാണ് ഇത് എന്ന് വേണം കരുതാൻ. അതോടൊപ്പം റഷീദയുടെ ഈ ID കാർഡിനൊപ്പം ലഭിച്ചിരിക്കുന്ന മറ്റ് കുഞ്ഞലവി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 4 ATM കാർഡുകളുണ്ട്. അതോടൊപ്പം സ്വർണ്ണ ചെയിനുണ്ട്, മൊബൈൽ ഫോണുണ്ട്. ഈ മണ്ണിനടിയിൽ നിന്ന് ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഇത് കിട്ടിയത്? ഈ ഭാഗത്ത് ഈ താഴെ ഭാഗത്ത് നിന്ന് JCB വെച്ച് മാന്തി മറിച്ച ആ സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. ഒരു വെട്ട് വലിച്ചപ്പോൾ വെട്ടിന്റെ അടിയിൽ നിന്നാണ് കിട്ടി. ഇതേതായാലും കുഞ്ഞുങ്ങളുടെയാണെന്ന് വിചാരിക്കുന്നത്. ഫുൾ ക്യാഷ് ഉണ്ട് ഇതില്. ഓക്കെ, ചെളി പുരണ്ട പണമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഒരു ദയനീയമായ കാഴ്ചയാണ്. ഓക്കെ, അതിലും രേഖകളുണ്ട്. ഓക്കെ, ആ ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിൽക്കുമ്പോഴും ആ മണം മാറാത്ത മണ്ണ് പറ്റിയ നോട്ടും സ്വർണ്ണാഭരണങ്ങളും മറ്റ് മൊബൈൽ ഫോണും വാച്ചുമൊക്കെയാണ് ഒരുപക്ഷെ ഒരുപാട് പ്രതീക്ഷയോടെ സ്വരുക്കൂട്ടിയതാണ് ഏതോ ഒരു കുഞ്ഞ്. ഈ കുടുക്കയിൽ നിറയെ പണം, അത് ആ കുടുക്കയിൽ അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ അത് പൊട്ടിക്കാൻ ഇതിൻ്റെ ഉടമയായിരുന്ന കുഞ്ഞിനിയില്ല. അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളും. ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തതാണ് ഈ മോതിരങ്ങൾ. അതോടൊപ്പം തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഒരു വാച്ചിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളാണ്. അത് ഈ വെള്ളാർമല സ്വദേശിനിയായ സഫിയയുടെ വീട്ടിൽ നിന്നാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇത് മുഴുവൻ ഈ താഴെഭാഗത്തു നിന്നാണ് കിട്ടിയത്. ഇതൊക്കെ ഒരു സ്ഥലത്തു നിന്നാണ്, ഏകദേശം സ്ഥലത്തു നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മറ്റേ തുണികളൊക്കെ വലിച്ചെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ലേഡി ബാഗിൽ നിന്നാണ് ഈ സാധനം കിട്ടിയത്. നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ ഈ തെരച്ചിലിൽ? ഞങ്ങൾ ഇപ്പോൾ അന്ന് തുടങ്ങി അന്ന് മുതൽ എസ്കേസിന്റെ വിക്കായ ടീം അന്ന് തൊട്ടേ ഉണ്ട്. ഇവിടെ നിന്നുള്ളവരാണ് നിങ്ങൾ? ഞാൻ വയനാട് ഇവര് മൊത്തം കാസർഗോഡ്. അപ്പൊ ഇത് എവിടെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്? ഇപ്പൊ കൺട്രോൾ റൂമിന് സാറ് മുഖേന നമ്മൾ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് നമ്മുടെ ടീമിന് ഉത്തരവാദിത്വം നൽകുന്നത് സാറിനെയാണ്. ഓക്കെ, ശരി. അപ്പം ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ ഒരുപാട് പുതിയ സാധനങ്ങൾ, സ്റ്റിക്കർ പോലും പറിക്കാത്ത വസ്ത്രങ്ങൾ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയവരുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് സാധനങ്ങളാണ് അവിടെ നമുക്ക് കിട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതാണ് ഈ ദയനീയമാകുന്ന നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് മുഴുവൻ. ഈ തെരച്ചിൽ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും മറുവശത്ത് ഒരുപാട് പ്രതീക്ഷയോടെ ആളുകൾ സ്വരുക്കൂട്ടിയിരുന്ന അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലമർന്നത് ഇവിടെ ഈ JCB ഒക്കെ ഉപയോഗിച്ച് തെരയുമ്പോൾ അത് മണ്ണിൽ ചെളിയിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തുന്ന കാഴ്ചയാണ്. ഇത് കഴിഞ്ഞ ദിവസവും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലും സമാനമായ തരത്തിൽ നിരവധി വീടുകളിൽ നിന്ന് പണവും പേഴ്സുമൊക്കെ കണ്ടെത്തിയിരുന്നു. ഇത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൈമാറുകയാണ് എന്നാണ് ഇത് കണ്ടെടുത്തവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്കോട്ടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.